You're a puppy dog. Show them all what I'm made of. Strut down the hall. Won't stop till I get enough. I wanna live right now. Baby, I'm as young. നീ എവിടെയായിരുന്നു? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളെവിടെയായിരുന്നു? കുറേ നാളായല്ലോ വീഡിയോസ് ഒക്കെ കണ്ടിട്ട്. ഞാൻ ഒരു തീർത്ഥാടനത്തിലായിരുന്നു. തീർത്ഥാടനം എവിടെ? തീർത്ഥാടനം എന്ന് പറയുമ്പോൾ ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂര് തീർത്ഥാടനത്തിന് പറ്റിയ സ്ഥലം എടാ ഇല്ലടാ, അവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. പിന്നെ തീർത്ഥാടനമായിരുന്നു. അങ്ങനെ ഒരു വർഷം തീർത്ഥാടനത്തിലായിരുന്നു. കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് നാള് ഒരു തീർത്ഥാടനം പോലെ. പക്ഷെ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല ഈ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ. സത്യമാണ്, അത് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത് വിശേഷം. സുഖം. പിന്നെ ഈ അടുത്ത് ഞാൻ പുതിയൊരു കാർ എടുത്തു, അത് തന്നെയാണ് വിശേഷം. ഏത് കാർ എടുത്ത നീ? ഒന്നും അറിഞ്ഞൂടാത്ത പോലെ. ശരി നടക്കട്ടെ. അത് തന്നെ. എങ്കിലും ഞാൻ എടുത്തത് ടാറ്റ നെക്സോൺ ആണ്. ഫിയർലെസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ. അതെ, ടോപ്പ് എൻഡ്. എന്തുകൊണ്ട് നെക്സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ ഫാമിലി ആകുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും സേഫ്റ്റി ആണ് കാറിനെ നോക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാറിൽ സേഫ്റ്റി ഇല്ല എന്നാണ് പറയുന്നത്. കാര്യം നീ കാർ എടുക്കുന്ന സമയത്ത് മീൻസ് കാർ എടുത്തിട്ട് എത്ര നാളായി? ഞാനിപ്പോൾ എടുത്തിട്ട് 2 മാസമായി. ഏകദേശം 2000 കിലോമീറ്ററിന് മേളിൽ വണ്ടി ഓടുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ നിനക്ക് 3XO വെയിറ്റ് ചെയ്തുകൂടായിരുന്നോ? 3XO എനിക്ക് വണ്ടി അത്യാവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ അത്യാവശ്യമായിരുന്നെങ്കിൽ കറക്റ്റ് സമയത്ത് വണ്ടി കിട്ടിയിട്ടില്ല. ഞാൻ ഡിസംബർ 31 വണ്ടി ബുക്ക് ചെയ്തത്. എന്നിട്ട് എനിക്ക് വെഡിങ് ആനിവേഴ്സറി കിട്ടണം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3-4 ആഴ്ചയോളം എടുത്തു വണ്ടി കിട്ടാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഡിങ് ആനിവേഴ്സറി 1 മാസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. അന്ന് വൈകിട്ട് ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു, ഇന്ന് വൈകിട്ട് വരട്ടെ. എന്തെങ്കിലും ഏത് ഡീലർഷിപ്പിൽ നിന്നാണ് നീ എടുത്തത്? ഞാൻ എടുത്തത് ട്രിവാൻഡ്രം മോട്ടോഴ്സിൽ നിന്നാണ്. അവർ റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ സൈഡിൽ നിന്ന് ഉള്ള ഒരു മിസ്റ്റേക്കും അല്ലായിരുന്നു. കാര്യം പ്ലാൻ സ്റ്റോക്കിലും വണ്ടി ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ഓർഡേഴ്സ് കൂടുതലായിരുന്നു. അത് കാരണം കാർ കിട്ടിയില്ല. പക്ഷെ അവർ കമ്മിറ്റ് ചെയ്തില്ല യഥാർത്ഥത്തിൽ വണ്ടി തരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഓക്കെ, സ്വാഭാവികം. അതും പ്രതീക്ഷിച്ച് ആരും നിൽക്കരുത്. കാറ് കിട്ടും എന്ന് പറഞ്ഞ് നിൽക്കരുത്. കിട്ടി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരുപാട് ഡിമാൻഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് 1 മാസം മുന്നേ കിട്ടണമെങ്കിൽ അതിന് മുന്നേ 1 മാസം ബുക്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വയ്ക്കുക. ഡെലിവറി പതുക്കെ എടുത്താൽ മതി. അതാണ് ഈ അബദ്ധത്തിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം. കാര്യം എന്ന് പറയുമ്പം എടുത്തേക്കുന്ന 2024 മോഡലാണ്. 2024 മോഡലാകുമ്പോഴത്തേക്ക് ഫെബ്രുവരിയിലത്തേക്ക് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. ജനുവരി ആകുമ്പോൾ ഡിലേ വരും. പിന്നെ ആ സമയത്ത് 23 വണ്ടി 2-3 ഫ്രീ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 23 വണ്ടി എടുത്തിട്ട് കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാറ് ഈ വർഷം തീരുമ്പോൾ നമുക്ക് അതിന് നോർമൽ രീതിയിൽ ഒരു ഇൻഷുറൻസിൽ ഫസ്റ്റത്തെ വർഷം തന്നെ ഒരു 15-20% ഡിപ്രീസിയേഷനിലാണ് വണ്ടിയുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 1-1.25 ലക്ഷം രൂപയെങ്കിലും ഓഫർ കിട്ടാതെ എടുത്തിട്ട് യാതൊരു ഉപയോഗമില്ല. മിക്കവാറും ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഓഫറും കാണില്ല. ഒരു 30,000 രൂപ ഓഫർ കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പം ഞാൻ ചോദിക്കാൻ വന്നത് സേഫ്റ്റി പറഞ്ഞു. അപ്പം ഈ സേഫ്റ്റിയിൽ എന്താണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്? ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്നത് സ്വിഫ്റ്റ്, എനിക്കറിയാം, 2015 മോഡലാണ്. അതുകൊണ്ട് ബ്രസയിലോട്ട് പോയില്ല. കാര്യം മാരുതിയുടെ ഒരു കൺസെപ്റ്റ് അവിടെ തീർന്നു. കാര്യം വേറൊരു ബ്രാൻഡിലേക്ക് പോകണമെന്നുള്ളതുകൊണ്ട്. ഓക്കെ, ശരി. കാര്യം അതിനകത്ത് ഞാൻ എടുത്ത 2015 കഴിഞ്ഞിട്ട് അടുത്ത മോഡൽ മുതൽ ഒരു എയർ ബാഗ് വെച്ചുണ്ടായിരുന്നു. അന്ന് ഞാൻ എടുത്തതും VXA ആയിരുന്നു മോഡല്. അപ്പോൾ അതിനകത്തും ZXയിലും അന്നുണ്ടായിരുന്ന 2-3 ഫീച്ചർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ABS, എയർ ബാഗ്, പിന്നെ ക്ലൈമാറ്റിക് എയർ കൺട്രോൾ, അലോയ് വീൽസ്. ഈ 4 സാധനങ്ങളായിരുന്നു അന്ന് ഇതിനകത്ത് ഫുൾ ഓപ്ഷനിലും. ZXയും VXയും തമ്മിൽ വ്യത്യാസം വരുന്ന ഈ 4 ഫീച്ചറായിരുന്നു. അപ്പോൾ ഞാൻ അന്നൊരു മിഡിൽ സെഗ്മെന്റിലേക്ക് പോയി, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിന്നു. 8 കൊല്ലം വണ്ടി ഉപയോഗിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ പറയുന്ന ആ നമ്മുടെ 4 ഫീച്ചർ അല്ലെങ്കിൽ ടോപ്പ് എൻഡിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഒരു ബേസിക് ഫീച്ചറായി മാറി. അത് ബേസിക് ഫീച്ചറാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പം ഇത്തവണ വണ്ടി എടുക്കാൻ നിന്നപ്പോഴത്തേക്കും ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ എടുക്കണം എന്നുള്ളൊരു പ്ലാനോടുകൂടി തന്നെ മുന്നോട്ട് വന്നത്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി എന്താണ് കൂടുതൽ ഇതിലുള്ള. ബാക്കി ഇപ്പം സോണറ്റ് ഉണ്ട് ആ സെഗ്മെൻറ്റിൽ, ബ്രസ്സ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സുസുക്കിയുടെ സ്വിഫ്റ്റ് ഉണ്ടായിരുന്ന കാരണം ബ്രാൻഡ് മാറി ചിന്തിച്ചു. സോണറ്റ് എടുത്തിട്ടില്ല. എന്തുകൊണ്ട് സോണറ്റ് എടുത്തില്ല? ഒന്നാമത്തെ പിന്നെ 3XO ഇപ്പോഴാണ് വന്നത്. അത് എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ്, 3XO ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ആൾക്കാർ എടുത്ത് അതിൻ്റെ സർവീസും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് കാർ എടുക്കുക.
ചാടി എടുക്കാതിരിക്കുക. ഓക്കെ. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്ക് ബാംഗ്ലൂർ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ബാംഗ്ലൂർ. അപ്പോൾ ഞാൻ ഫാമിലി ആയിട്ട് ഒരിക്കൽ നമ്മളൊരു ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ യൂസ് ചെയ്തത് നെക്സോണിന്റെ AMT ട്രാൻസ്മിഷൻ ഉള്ള, ആ സമയത്ത് DCA ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും AMT ഉണ്ട്. അതെ, 6 സ്പീഡ് AMT ഉണ്ട്. ഇത് 7 സ്പീഡ് DCA, അതല്ലാതെ 5 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് മാനുവൽ. 5 സ്പീഡ് മാനുവൽ ബേസിക് ഓപ്ഷനിൽ മാത്രമേ വരുന്നുള്ളൂ. 6 സ്പീഡ് മാനുവലും ഉണ്ട്. ഇത്രയും വേരിയൻസ്, ഇത്രയും ഗിയർ ബോക്സ് ട്രാൻസ്മിഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ അന്ന് യൂസ് ചെയ്ത AMT ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് വണ്ടിയുടെ പെർഫോമൻസും വണ്ടിയുടെ ആ ഒരു ബിൽഡും പിന്നെ മൈസൂർ ഹൈവേയിൽ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ ആ സ്റ്റെബിലിറ്റി ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് തിങ് ഞാൻ നെക്സോണിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു ഒരു ഓപ്ഷനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇറങ്ങുന്ന ഏതൊരു കാറിനേക്കാളും ബിൽഡ് ക്വാളിറ്റി കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അന്ന് വണ്ടി 6 എയർ ബാഗ് ഇല്ലേ? 6 ഉണ്ട്, ഇതിലും 6 എയർ ബാഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ്. അല്ല, എനിക്ക് ഫസ്റ്റ് തിങ് ഞാനും ആ കാർ ഓടിച്ചതിന്റെ ആ ഒരു ഫീൽഡിൽ തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ബാക്കില് 3 പേരെ പാടാണ് അക്കോമഡേറ്റ് ചെയ്യാൻ. സോണറ്റിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഫസ്റ്റ് തിങ് ടെസ്റ്റ് ഡ്രൈവും കൂടെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് നെക്സോണിന്റെ DC എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഇവര് ഫസ്റ്റ് കുറച്ച് ലാഗ് ഇതില് കുറവാണ്. പിന്നെ ഇതിനകത്ത് തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്. ബാക്കി ചില വണ്ടികളിലെല്ലാം ഹിൽ ഹോൾഡ് അസിസ്റ്റ് 5 സെക്കൻഡ്സേ ഉള്ളൂ. ഇതിൽ നമ്മൾ ബ്രേക്ക് 5 സെക്കൻഡ്സ് കീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങി പോവില്ല. പിന്നെ കാലെടുത്ത് കഴിഞ്ഞാൽ ഇറങ്ങി പോവില്ല. അതെല്ലാം ഈ പറഞ്ഞ BMW അങ്ങനത്തെ വണ്ടികളിലാണ് കൂടുതലും ഈ ഫീച്ചേഴ്സ് ഉള്ളത്. അപ്പം ഫീച്ചർ റിച്ച് ആണ് വണ്ടി. വേറൊന്നുമല്ല, ഇവരെ പ്രീമിയം ബ്രാൻഡിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ശരിയാണ്. പിന്നെ ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഫാമിലിയിലും ഞാൻ സംസാരിച്ച പുതിയൊരു വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും NCAP റേറ്റിംഗ് 5ന്റെ കാര്യം തന്നെയാണ്. അത് നെക്സോണിന്റെ ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഫാമിലിക്ക് അകത്തും എല്ലാവരും സംസാരിക്കുമ്പോഴത്തേക്ക് സേഫ്റ്റി എന്നുള്ളൊരു പ്രയോറിറ്റി. ഇപ്പം പണ്ടെല്ലാവരും മൈലേജ് എത്ര കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ മൈലേജിന്റെ കാലം കഴിഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഡെയിലി യൂസ് ഉണ്ട്. ഡെയിലി ഇപ്പം ഓഫീസിൽ പോയി വരാൻ വേണ്ടിയുള്ള ഒരു സംഭവമുണ്ട്. ഞാൻ ചോദിക്കുന്നത് എങ്കിലും ഈ ഒരു 2 മാസമായിട്ട് മൈലേജ് എത്ര ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് കാൽക്കുലേഷൻ, ഫുൾ ടാങ്ക് അടിച്ച് നെക്ക് ടു നെക്ക് ഫില്ല് ചെയ്ത് അങ്ങനെ നോക്കിയായിരുന്നു മൈലേജ്? ഇല്ല, അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു ഹൈവേയിലൊക്കെ എനിക്കൊരു 12, 13, 14 ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈവേയിൽ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ സിറ്റി ട്രാഫിക്കിൽ എനിക്ക് 9, 10 അതൊക്കെ തന്നെയാണ് മൈലേജ്. പിന്നെ ഞാൻ ഇത് എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ, നീ ഷിഫ്റ്റിന്ന് ഇതിലേക്ക് വന്നുകൊണ്ടാണ് നിനക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നത്. അല്ല, നീ വേറൊരു വലിയ വണ്ടിയാണ് ഉപയോഗിച്ചിരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീലിംഗ് വരില്ല എന്നുള്ളതാണ് അവരെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. അതല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചേ, നമുക്ക് നമ്മളെ പൈസയ്ക്കുള്ള ഒരു വണ്ടിയിലോട്ടല്ലേ പോകാനും വരാനും പറ്റുള്ളൂ അല്ലേ? അതെ. അല്ലാതെ നമുക്ക് BMW ഓടിച്ചിട്ട് ഈ പറയുന്ന പോലെ നെക്സൺ സാധാരണക്കാർക്ക് എന്താണോ പറ്റുന്നത് ആ രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഇരിക്കുന്ന സീറ്റിംഗ് പൊസിഷൻ കുറച്ചുകൂടെ ഹൈ ആയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കംഫർട്ടും കാര്യങ്ങളുണ്ട്. ബാക്ക് ഇരിക്കുന്നവർക്കും ഈ ടാറ്റയിൽ ബോഡി റോള് കുറച്ചുകൂടെ കുറവാണ് ബാക്കി കാർസിനെ അപേക്ഷിച്ച്. അപ്പോൾ അത് പറയുന്നതിൽ കാര്യമില്ല. പ്രീമിയം കാറിൽ നിന്ന് ഇതിലോട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഫീൽ കിട്ടുന്ന അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഹാപ്പിയാണ്. ഞാൻ വണ്ടിയുടെ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ എന്തിനാണ് പ്രശ്നമുള്ളത്? എവിടെയോ ഒരു പ്രശ്നം നടക്കുന്നു. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, നമ്മൾ ഈ ടാറ്റ വണ്ടി എടുക്കുന്ന എല്ലാവരുടെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു ഉത്തരം ഒന്നേ ഉള്ളൂ,